എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ ആയിരിക്കും. കാരണം നിങ്ങളുടെ റിസൾട്ട് അതായത് ഏകദേശം വാല്യുവേഷൻ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക നിങ്ങൾക്ക് അറിയാം. അതായത് ഈ ഒരു വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് അത് ടാബുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതായത് ആ ഒരു സബ്ജക്റ്റിന് 90% മാർക്ക് ഉണ്ടെങ്കിൽ അതായത് നേരത്തെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, എന്നാൽ ഈ ഒരു അല്ല ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടി അത് 90% മുകളിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ച ഗ്രേസ് മാർക്ക് പിന്നീട് ഈ ഒരു പുതുതായിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് നഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം 90% വരെയാണ് ഒരു സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം നിങ്ങൾക്ക് ഏകദേശം ഏപ്രിൽ 20-ാം തീയതിയോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഈ ഒരു +1ൻ്റെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം നേരത്തെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം വിദ്യാർത്ഥികളുടെ ഈ ഒരു +2ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് ഈ ഒരു +1 റിസൾട്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം ആദ്യം തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം kerala-results.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു DHSC ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ വെബ്സൈറ്റിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെയാണ് ലിങ്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക, അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ സൈഡിൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു +1ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക് അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ഈ ഒരു സേ അല്ലെങ്കിൽ അതായത് കമ്പാർട്ട്മെൻ്റൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും +1ൻ്റേത്. അപ്പോൾ അങ്ങനെ ചില വിദ്യാർത്ഥികൾ +2 പരീക്ഷയും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ +2 റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം +2ൻ്റെ റിസൾട്ടിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതായത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ +1ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷയിൽ കിട്ടി എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലഭിച്ചതിൽ ഏറ്റവും കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷനിൽ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് പരിഗണിക്കുക. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്കാണ് പരിഗണിക്കുന്നത്. ഇനി നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുക. ഈ ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കായിരിക്കും, മുമ്പ് കിട്ടിയ മാർക്ക് പരിഗണിക്കില്ല. കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് നഷ്ടപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് ഇപ്പോൾ കിട്ടുന്ന മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് +2ൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ടോട്ടലി പാസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 48 മാർക്കും അതുപോലെ 36 മാർക്കും 2 വർഷം കൂടി കൂട്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 വർഷത്തെ അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 48ഉം
ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണെങ്കിൽ 2 വർഷം കൂടി 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.